ആരോ വന്നിട്ടുണ്ട്. മഞ്ജു അകത്തു പോയി കിടന്നോ? ശരി എടുത്തേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇപ്പൊ എത്തിക്കാണൂന്ന്. അതോ മോളെ ആശുപത്രിയിലാക്കിയിട്ട് നീ ഒറ്റയ്ക്കിങ്ങ് പോന്നതാണോ? അതിന് അമ്മയെ ഇവളെയും പോലെ എന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നവളല്ല ഞാൻ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ കൂടെ വന്നപ്പോഴേ അറിയായിരുന്നു മഞ്ജുവിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അതെ അതെ. എടി, എന്റെ മോളുടെ കുഞ്ഞിനെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനം ആയാലോടി? മകളെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോണം. മഞ്ജുവിനറിയാം എന്താ സംഭവിച്ചെന്ന്. നിന്നെ ഇപ്പൊ അവൾക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ. അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ അവള് വിഴുങ്ങിക്കാണും. അതെ, എന്റെ പേരക്കുട്ടി പോയ സങ്കടത്തിലാ ഞാൻ ഓടി വന്നത്. ഇനി എന്റെ മോളുടെ കണ്ണീര് കൂടി കണ്ടാ ഞാൻ നിന്റെ മുഖത്താട്ടുകയല്ല, നിന്റെ കരണത്തടിക്കുകയും ചെയ്യുവേ. ആവശ്യമില്ലാതെ ആരാട്ടിയാലും കരണത്തടിച്ചാലും അതൊന്നും അനുവദിച്ചു കൊടുക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് ഭർത്താവടി? അതിനി അവൻ മടങ്ങി വന്നെന്ന് പറഞ്ഞാ മതി. മോളെ, ഇനി ഇവിടെ നിന്ന് സംസാരിച്ചല്ലേ എന്റെ കൈ എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വാ, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. അയ്യോ, കുഞ്ഞു പോയ വിഷമത്തിലേ അവളിപ്പോ ചങ്ക് തകർന്ന് കിടക്കുമായിരിക്കും. നീ വാ മോളെ, മാറടി. മഞ്ജു, മോളെ. മോളെ, അയ്യോ എന്റെ പൊന്നു മോളെ. അയ്യോ, വാ മോളെ. എന്റെ മോളെ, ഞാൻ പറഞ്ഞതല്ലേ അവളോടൊപ്പം ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾക്ക് അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? വീട്ടിൽ നിന്നാ എന്റെ കുഞ്ഞു പോകത്തില്ലായിരുന്നോ? ഒരിക്കലും പോകത്തില്ലായിരുന്നു മോളെ. വീട്ടിൽ വന്നതുകൊണ്ടാണോ പോയതെന്നാ ഇപ്പൊ എന്റെ സംശയം. മോളെ, മഞ്ജു പറയുന്ന കേട്ടോ? പറയുന്നതല്ല, ഇങ്ങനെ പറയാൻ മഞ്ജുവിനെ പറഞ്ഞു പഠിപ്പിച്ചതാ ഇവിടെ ഒരുത്തി. അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറയാനേ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. മോളെ, ദേ അവളെ കാഴ്ച കാണുന്നത് തന്നെ ഐശ്വര്യക്കേടാ. ഇത് കണ്ണേട്ടിനെ കൊണ്ട് അമ്മയ്ക്കൊന്ന് പറയിപ്പിക്കാൻ പറ്റുമോ? ഏട്ടത്തി വന്നതേ കണ്ണേട്ടിന്റെ ഐശ്വര്യാണെന്നാ ഏട്ടൻ എപ്പോഴും പറയുന്നേ. എന്തോന്ന് ഐശ്വര്യം? അവളല്ലേ നിർബന്ധിച്ചൊരു വൈദ്യന്റെ അടുത്തേക്ക് നിന്റെ ഏട്ടനെ കൊണ്ടുപോയത്. എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ആ, അതെ അതെ. ഇനിയേ ആ മലയ്ക്ക് പോയവന് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എന്താ സംഭവിക്കാൻ വേണ്ടിട്ട് ഏട്ടനെ പ്രാഗി കൊന്നോ? ഏയ്, ഞാൻ അങ്ങനെ ചെയ്യുമോ മോളെ? ചെയ്യുമെന്ന് എനിക്ക് അറിയാലോ. അമ്മയ്ക്കും ഏട്ടനും ഏട്ടത്തിക്കൊപ്പം നിന്നിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ മഞ്ജുനോടൊന്നും പറയണ്ട അമ്മേ. ആ